ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു മന്ത്രത്തിനെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. മന്ത്രം എന്നോ അല്ലെ പ്രാർത്ഥനയെന്നോ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഹോ ഓപ്പൺ ഓപ്പണോ മെത്തേഡ് എന്നാണ് ഇതിന്റെ പേര്. ഇതൊരു ഹവായൻ വേർഡാണ്. അവിടെ നിന്നാണ് ഇത് ഉത്ഭവിച്ചതെന്നും പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ഇതിനെ പറ്റി ഇത് ശ്രദ്ധിക്കാൻ തന്നെ കാരണം എന്താണെന്ന് അറിയോ? നമ്മൾ അത്ഭുതപ്പെടുന്ന രീതിയിൽ, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന അത്രയും വലിയൊരു രീതിയിൽ ഒരുപാട് ആൾക്കാർ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ട് ഇതിനെ പറ്റിയിട്ട്. എന്ന് വെച്ചാൽ അവരുടെ രോഗം മാറുന്നത്, അവർക്ക് ഒരുപാട് പൈസ വരുന്നത്, അവർക്ക് ജോലി കിട്ടുന്നത് ഒക്കെ പോട്ടെ, അവരുടെ കേടായിട്ടുള്ള ഒരു മെഷീൻ അതിന് മുന്നിൽ വരെ പറഞ്ഞിട്ട് ഈ മന്ത്രം പറഞ്ഞതിന് ശേഷം ആ മെഷീൻ നന്നാവുന്നത്, ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്താന്നുള്ളൊരു ഇത് വരുമല്ലോ. കുറേ പേര് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം, എൻ്റെ കുറേ ദിവസങ്ങൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിനെപ്പറ്റി അറിയാനും പഠിക്കാനും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാനും വേണ്ടിയിട്ട്. അതിനുശേഷം മാത്രമേ ഞാൻ വീഡിയോ എടുക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫോർച്ചുനേറ്റ്ലി എനിക്കും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇതിനെപ്പറ്റി ചെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഇതിന് എന്താണ് ഈ ഓപ്പണോ എങ്ങനെയാണ് ഇത് ഉത്ഭവിച്ചതെന്നൊക്കെ പറയാൻ അതിനെപ്പറ്റിയൊക്കെ ഒരുപാട് സ്റ്റോറീസ് ഉണ്ട്. അതായത് ഇതൊരു ഹവായി, ഞാൻ പറഞ്ഞല്ലോ, ഒരു അമേരിക്കൻ്റെ അവിടെയുള്ള ഒരു സ്ഥലമാണ്. അവിടെ നിന്നാണ് ഒരു ഡോക്ടറാണ് ഇതിനെപ്പറ്റി നമുക്ക് വേൾഡിലോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിനെപ്പറ്റിയുള്ള ഒരു അറിവ് അവർക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ് ഇതിൻ്റെ ഒരു കാരണം. അതായത് ഒരുപാട് കൊല്ലങ്ങൾക്ക് മുന്നേ അവിടുത്തെ ഒരു മെന്റൽ അസൈലം നിങ്ങൾക്ക് അറിയാലോ, ഒരു പ്രാന്താശുപത്രി എന്ന് പറയും, അല്ലെങ്കിൽ ഇങ്ങനത്തെ മെന്റലി റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ തടവിൽ പാർപ്പിച്ച ഒരു സ്ഥലം. അപ്പൊ ഇവിടേക്ക് എത്ര ഡോക്ടേഴ്സോ നേഴ്സോ ആര് വന്നിട്ടുണ്ടെങ്കിലും അവർ ഒരു മാസത്തിൽ കൂടുതൽ നിൽക്കില്ല എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് അവർക്ക് നിൽക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ടോർച്ചറാണ്, അത്രയ്ക്ക് വയലന്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പം ഈ ഒരു ഡോക്ടർ വന്നിട്ട്, ആളുടെ പേര് ഞാൻ മറന്നു കേട്ടോ, ഈ ഒരു ഡോക്ടർ വന്നിട്ട് വിത്തിൻ 2 years അവിടുത്തെ ഒരുവിധം എല്ലാ പേഷ്യൻസും നോർമലായിട്ട് അത് വിട്ടുപോയി, അവിടുത്തെ റിലീസ് ചെയ്ത് പോയി എന്നാണ് കേട്ടത്. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് ഒരുപാട് പേര് അവരെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരാൾക്ക് മാത്രമേ അവരെ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചെന്ന് അറിയാൻ എല്ലാവർക്കും ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ. അങ്ങനെ വന്നിട്ട് ആ ഒരു കഥയാണ് ഈ ഒരു സംഭവത്തിന്റെ ഉത്ഭവം ഉണ്ടായത്. അപ്പോൾ അതാണ് ഈ ഹോ ഓപ്പണോ. ഇതൊരു 4 വേർഡ് ആയിട്ടുള്ള ഒരു കണക്ട് ചെയ്തുള്ള ഒരു സംഭവമാണ്. ഈ പ്രാർത്ഥന ഒരു 4 വേർഡ്. ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഇതിനെന്താ പ്രത്യേകത നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. വളരെ വളരെ ഹൈ ഫ്രീക്വൻസി പോസിറ്റിവിറ്റി ഉള്ള 4 വാക്കുകളാണ് ഇത്. ഐ എം സോറി എന്ന് പറയുന്നത് വളരെ ഒരു ഇതായിട്ടുള്ള ഒരു കഴിവാണ്. ഒരാൾക്ക് മറ്റൊരാളോട് സോറി പറയാനും നമുക്ക് നമ്മളോട് സോറി പറയേണ്ട ഒരു അവസ്ഥ വരും. ഞാൻ പറഞ്ഞില്ല, അതൊരു ഹീലിംഗ് മെത്തേഡാണ്. അതായത് നമ്മളോട് സോറി പറയേണ്ട അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും മോശപ്പെട്ട ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാതെ, അത് റിക്കവർ ചെയ്യാതെ, അത് ഓർത്തുകൊണ്ടിരുന്നിട്ടും അങ്ങനെ നമ്മൾ സ്വയം ടോർച്ചർ ചെയ്തിട്ട് നമ്മുടെ നല്ല ഫ്രീക്വൻസിയുടെ നമ്മുടെ പോസിറ്റീവ് ആയിട്ടുള്ള ഫ്രീക്വൻസി നശിപ്പിച്ചിട്ട് അവിടെ നെഗറ്റിവിറ്റി കൊണ്ടുവരുന്നു. ഈ നെഗറ്റിവിറ്റി കാരണം എന്താണ്? നമുക്ക് മുന്നോട്ട് എന്തെങ്കിലും പോകാൻ പറ്റുമോ? നമുക്ക് യൂണിവേഴ്സ് ഒന്നും തരില്ല നെഗറ്റീവും കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അങ്ങനെ നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ നെഗറ്റിവിറ്റീനെ നമ്മൾ ഇല്ലാതാക്കാൻ ശ്രമിക്കാതെ അതും തലയിലിട്ടുകൊണ്ട് നടക്കുന്നതിനാണ് നമ്മൾ ഈ ഐ ആം സോറി എന്ന് പറയുന്നത്. അത് നമുക്ക് നമ്മളോട് സോറി പറയാം. നമ്മളെ ഉപദ്രവിച്ച്, അതായത് നമ്മൾ ഉപദ്രവിച്ചെന്ന് നമ്മൾ കരുതുന്ന ആരോടെങ്കിലും നമുക്ക് സോറി പറയാം. നമുക്ക് യൂണിവേഴ്സിനോട് സോറി പറയാം. ഈ മെസ്സേജ് നമുക്ക് ആരോട് വേണമെങ്കിലും പറയാം. അങ്ങനെയാണ് ഇതിലുള്ള ഒരു ഇത്. ഐ എം സോറി നമ്മൾ പറയുന്നതിലൂടെ നമ്മൾ നമ്മളോട് ക്ഷമിക്കാൻ തയ്യാറായിരിക്കുന്നു, നമ്മൾ ക്ഷമ ചോദിക്കാൻ തയ്യാറായിരിക്കുന്നു. അതൊരു വലിയൊരു മനസ്സല്ലേ, എല്ലാവർക്കും ഉണ്ടാവും ഈ ക്ഷമ ചോദിക്കാന്നുള്ളത്. സാധാരണ ഈ ക്ഷമയുടെ ഒരു പവർ എന്ന് പറയുന്നത് നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്. നമ്മൾ ചില സിനിമയിൽ തന്നെ കണ്ടിട്ടുണ്ട്. അതായത് ഈ അയ്യപ്പനും കൊശിയും അതുപോലത്തെ ഒരു റിവെഞ്ച് സിനിമകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു ചെറിയൊരു കാര്യത്തിൽ നിന്ന് തുടങ്ങിയിട്ട് അത് എവിടെ കൊണ്ടുവന്ന് നിൽക്കുന്നു എന്നാണ് അതിൻ്റെയൊക്കെ ആ ഒരു ഇത് കാണിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചങ്ങോട്ട് കൊടുക്കുന്നു, ഇങ്ങോട്ട് വാങ്ങുന്നു, അങ്ങനെ അത് പോകുന്നു. തിരിച്ചങ്ങോട്ട് റിവെഞ്ച് വരുന്നു, അത് അവിടെ പോയിട്ട് അവസാനം അവർക്ക് അവരുടെ ലൈഫിൽ വലിയ നഷ്ടങ്ങളാണ് സംഭവിക്കുന്നത്. പക്ഷെ ഈ തുടക്കത്തിൽ ഒരു കാര്യത്തിൽ എവിടെയും വെച്ചിട്ട് ഒരാൾക്കെങ്കിലും ഓക്കെ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, എനിക്കത് വിട്ട് കളയാം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ സിനിമേനെ അവിടെ നിന്നേനെ അവർ നല്ല ലൈഫിൽ അവർ രണ്ടുപേരും ലൈഫിലായിട്ട് അങ്ങ് പോയേ അല്ല, ഇത്രയേ ഉള്ളൂ. അപ്പൊ ഈ ഒരു ക്ഷമിക്കാൻ ഒരു മനസ്സില്ലായ്മയാണ് ഒരു വലിയ ഇതിൽ കൊണ്ടെത്തിക്കുന്നത്. എൻ്റെ വീടിനടുത്ത് തന്നെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ ഉന്തുവണ്ടിയിൽ ഈ ഫ്രൂട്ട്സ് വിൽക്കുന്ന ഒരാളും ഒരു കാറിൽ വന്നിട്ടുള്ള മറ്റൊരാളും തമ്മിലുള്ള ഒരു വഴീൻ്റെ ഒരു പ്രശ്നം, കാർ നിൽക്കാൻ പറ്റുന്നില്ല, അങ്ങനെ എന്തൊരു പ്രശ്നത്തിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി, കുറച്ച് കയ്യാങ്കളിയായി. ഒരാൾ മറ്റാളെ തള്ളിയിട്ടു, പുഷ് ചെയ്തതാണ്, അറിയാതെ മറിഞ്ഞ് വീണു, തലയടിച്ച് സ്പോട്ടിൽ മരിക്കുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ, തലയല്ലേ ഇവിടെയൊക്കെ മർമ്മമൊക്കെ ഉള്ളതല്ലേ, പെട്ടെന്ന് തന്നെ മരിച്ചു. അത്രയും മരിക്കണം, കൊല്ലണമെന്നൊന്നും വിചാരിച്ച് ചെയ്തല്ല, പക്ഷെ അത് അങ്ങനെ എത്തിപ്പെട്ടു. നഷ്ടം അവർക്ക് 2 പേർക്കും ഉണ്ടായി. മറ്റേതൊരു പാവപ്പെട്ട ഒരു ഫാമിലിയാണ്, അവർ ഇനി ജയിലിലും അതൊക്കെ ആയിട്ട് അങ്ങനെ പോയി. ഇവിടെയും ഇത് തന്നെ. അപ്പൊ അവരുടെയൊക്കെ എല്ലാം കൊണ്ടും ഒരു ചെറിയൊരു കാര്യം, ഒരാൾക്ക് ഞാൻ ഓക്കെ എൻ്റെ വണ്ടി ഒന്ന് നീക്കി കൊടുക്കാം, അല്ലെ മറ്റൊരാൾക്ക് ഓക്കെ ഞാൻ ഈ വഴിയിലൂടെ മാറിപ്പോവാം എന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിക്കാൻ ഒരു മനസ്സുണ്ടായിരുന്നെങ്കിൽ അത് അവിടെ തീർന്നു, നല്ല രീതിയിൽ പോയേനെ. പക്ഷെ ആർക്കും അത്
മെജോറിറ്റി ആർക്കും അതില്ല. അത് അവരെ ഉള്ളിൽ കൊണ്ട് നടന്നത് വലുതാക്കും. ഇനിയിപ്പോൾ നമുക്കൊരു പറ്റിയൊരു കാര്യം ആയിക്കോട്ടെ, നമുക്ക് മോശമായിട്ട് പറ്റിയൊരു അനുഭവം ആണെങ്കിലും നമ്മൾ അതിൽ കടിച്ചു തൂങ്ങി അത് വലുതാക്കി അത് ഇങ്ങനെ നമ്മൾ എത്രത്തോളം അത് ഓർത്തുകൊണ്ടിരിക്കുന്നു അത്രത്തോളം അത് മറക്കാൻ നമുക്കത് പറ്റില്ല. നമുക്കതിൽ നിന്ന് വിട്ടുപോകാൻ പറ്റില്ല. നമ്മളവിടെ ഐ ആം സോറി എന്നുള്ളൊരു വാക്ക് നമ്മൾ റിപ്പീറ്റഡ്ലി പറയുന്നതിനോട് അനുസരിച്ച് നമ്മളവിടെ ഹീൽ ചെയ്യാൻ നമ്മൾ റെഡിയായി കഴിഞ്ഞു. നമ്മൾ ആ ഹീലിംഗ് പ്രോസസ്സിന്റെ സ്റ്റാർട്ടിങ്ങിലൂടെ എത്തി. നമ്മൾ മറ്റുള്ളവരോട് സോറി പറയുന്നതോടെ അതും നമ്മൾ അവരുടെ തെറ്റും നമ്മൾ ഏറ്റെടുക്കുകയാണ്. നമ്മൾ അതോട് സോറി പറയുന്നതോടെ നമ്മുടെ മനസ്സ് വലുതാവുകയാണ്, നമ്മുടെ പോസിറ്റിവിറ്റിയിൽ പോവുകയാണ്. നമ്മുടെ തെറ്റുകൾ, നമ്മുടെ ഉള്ളിൽ, നമ്മുടെ തലയ്ക്കകത്തുണ്ടായിരുന്ന എല്ലാം അവിടെ ഹീൽ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ആ സ്റ്റാർട്ടിങ് പവർഫുൾ വേർഡാണ് ഐ ആം സോറി. രണ്ടാമത്തതാണ് പ്ലീസ് ഫോർഗീവ് മീ. രണ്ടാമത്തത് നമ്മൾ ക്ഷമ ചോദിക്കുകയാണ്. പ്ലീസ് എനിക്ക് ക്ഷമ തരൂ. അപ്പൊ നമ്മളോട് ക്ഷമിച്ചിരിക്കുന്നു. നമ്മൾ ആ ക്ഷമ ചോദിക്കാനുള്ള സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ ക്ഷമിച്ചിരിക്കുന്നു. നമ്മൾ ക്ഷമിച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം അവിടെ ഇല്ല, അവിടെ തീർന്നു. നമ്മൾ ആരോട് ക്ഷമിച്ചോ, നമ്മളോട് ക്ഷമിച്ചോ, നമ്മൾ വേറൊരാളോട് ക്ഷമിച്ചോ, പിന്നെ അവിടെ പ്രശ്നം അതോടെ അവിടെ ക്ലോസ് ആവുകയാണ് ചെയ്യുന്നത്. അതില്ല, അതവിടെ തീർന്നു. അത് ക്ഷമിക്കാത്തടത്തോളം അത് തീരെ ഇല്ല. അതാണ് രണ്ടാമത്തെ വാക്ക്. രണ്ടാമത്തേത് താങ്ക് യു. നമ്മൾ ഈ ക്ഷമിച്ചതിന് നമ്മൾ താങ്ക്സ് പറയാണ്. നമ്മൾക്ക് ക്ഷമ കൊടുത്തതിന് നമ്മൾ താങ്ക് യു പറയാണ്. താങ്ക്സ് എന്ന് പറയുന്നത് ഭയങ്കര പവർഫുൾ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ലോ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡാണ് താങ്ക് യു എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും നന്ദി പറയണം. നമ്മൾ എപ്പോഴും പ്രപഞ്ചത്തിനോട്, യൂണിവേഴ്സിനോട് നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഞാൻ എപ്പോഴും പറയില്ലേ, രാവിലെ എണീച്ചിട്ട് നമ്മൾ ലോ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ നന്ദി പറയണം നമുക്ക് കിട്ടിയ എല്ലാത്തിനും. നമ്മൾ എത്രത്തോളം നമ്മൾ നന്ദി പറയാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാവും അത്രത്തോളം നമ്മൾ വലുതാവും, നമ്മുടെ മനസ്സ് വലുതാവും. നമുക്ക് എന്ത് കിട്ടിയാലും, ഒരു മിഠായി കിട്ടിയാലും അവരോട് താങ്ക് യു പറയണം. താങ്ക് യു പറയണം, മനസ്സോട് പറയണം, മനസ്സോട് കാണിക്കണം, പുറമെ കാണിക്കണം, പറയണം. എല്ലായിടത്തും വേണം, സോറി വേണം, താങ്ക് യു വേണം, ക്ഷമിക്കാനുള്ള മനസ്സും ഉണ്ടാവണം. പിന്നെ നാലാമത്തെ ഐ ലവ് യു. സെൽഫ് ലവ്, മറ്റുള്ളവരോട് ലവ്. അപ്പൊ ഈ ലവ് എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ ലവ് ആണ്. ലോകത്തിന് വേണം സ്നേഹം എന്ന് പറയുന്നത്, എല്ലാവർക്കും വേണം. എല്ലാ പ്രപഞ്ചത്തിലും, എല്ലാ ആൾക്കാർക്കും, എല്ലാ ജീവജാലങ്ങൾക്കും, മൃഗങ്ങൾക്കും എല്ലാം വേണം സ്നേഹം. അതും കൊടുക്കാനുള്ള ഒരു മനസ്സ്. നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നു, നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നു. മതി, ഇത്രയും മതി. ഈ ഒരു ചാറ്റ് ചെയ്യുന്നതോട് നമ്മൾ ഇങ്ങനെ മന്ത്രം ഊജി വിട്ടുകൊണ്ടിരിക്കുകയാണ്. വെറുതെ മനസ്സ് പറയണ്ട, നമ്മൾ പറയണം. ഞാൻ പറയല്ലേ, വേർഡ്സ് ആർ എനർജി എന്ന്. ആ എനർജി നമ്മൾ പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്രയ്ക്കും നമ്മൾ പോലും അറിയാത്ത ഇത്രയ്ക്ക് എനർജി ഈ വേർഡ്സിനെല്ലാം ഉണ്ട്. ഈ 4 വേർഡ്സ് അത്രയ്ക്ക് പവർഫുൾ ആണ്. ഇത് നമ്മൾ പറയുന്നതിലൂടെ, അതായത് ഇത് എപ്പോഴൊക്കെ പറയണതൊക്കെ ഞാൻ പറഞ്ഞു, ഇത് പറയുന്നതിലൂടെ നമ്മളെ ഹീൽ ചെയ്യുന്നു. നമ്മളെ ചുറ്റുപാട്, നമ്മളെല്ലാവരുടെയും, നമ്മുടെ ചുറ്റിലെ ആൾക്കാർക്ക്, ഇപ്പൊ അവർക്ക് വേണമെങ്കിലും നമുക്ക്, മറ്റൊരാൾക്ക് വേണമെങ്കിലും നമുക്ക് ഏറ്റെടുക്കാൻ പറ്റും. നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റും. എന്നോട് എപ്പോഴും ചോദിക്കാറുണ്ടല്ലോ, അട്രാക്ഷൻ ഇതൊക്കെ ചെയ്യുന്നത് നമുക്ക് മറ്റൊരാൾക്ക്, എൻ്റെ മോന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റും എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് വേണേൽ അവർ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന്. പക്ഷെ ഈ ഒരു ഓപ്പൺ മെത്തേഡ് നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റും, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി അടുത്തത്, ഇത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, എപ്പോഴൊക്കെയാണ് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്ന് പറയാം ഞാൻ. നമുക്കിപ്പം പൈസയ്ക്കാണ് അത്യാവശ്യമുള്ളത്, പൈസയാണ് വേണ്ടത്. നമ്മൾ കുറച്ച് പൈസ, ഒരു നോട്ടെങ്കിലും കയ്യിൽ പിടിച്ചിട്ട് ഈ മന്ത്രം പറഞ്ഞുകൊണ്ടേയിരിക്കാം. നിങ്ങൾക്ക് എത്രത്തോളം പറയാൻ പറ്റുമോ? ഞാൻ പറയാറുണ്ട്, വെറുതെ പറയുന്നതിലല്ല. കാരണം ആ ഫീലിങ്സ്, നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ, നമ്മൾ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുന്നത് ഫീലിങ്സിലൂടെയാണ്. വാക്കുകളിലൂടെ മാത്രമല്ല, ഫീലിങ്സും കൂടി വരണം. ആ ഫീലിങ്സ് നമുക്ക് കിട്ടണം. അപ്പൊ ഈ ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഇത് പറയുന്നത് നമുക്ക് ആ ഫീല് കിട്ടണം. നമ്മൾ അതോടെ നമ്മൾ എത്ര പ്രാവശ്യം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അത്രയും പറഞ്ഞോളൂ. ഇത്ര അളവെന്നില്ല. നമുക്ക് എപ്പോഴൊക്കെ നമ്മൾ മെന്റലി നമ്മൾ വീക്കായി എന്ന് തോന്നുമ്പോഴോ, നമുക്ക് അത്യാവശ്യം പൈസ വേണമെന്ന് തോന്നുമ്പോഴോ, ഏത് സിറ്റുവേഷനിലും നിങ്ങൾക്ക് പറയാൻ പറ്റും. എപ്പോൾ വേണമെങ്കിലും പറയാൻ പറ്റും. ഇനി ഇതൊന്നുമില്ല, നിങ്ങൾ നോർമലായിട്ട് ലീഡ് ചെയ്യുന്ന ലൈഫാണെങ്കിൽ നിങ്ങൾക്ക് ദിവസം രാവിലെ എണീച്ചിട്ടോ ഒരു 21 ദിവസം ഇതൊന്നും പ്രാക്ടീസ് ചെയ്യുക. എത്ര പ്രാവശ്യം വേണം നിങ്ങൾക്ക്, അത് അളവ് ഒന്നുമില്ല. പക്ഷെ ഒരു 21 ഡേയ്സ് നിങ്ങൾ ദിവസം ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് എന്തായാലും കിട്ടും. പിന്നെ നമുക്ക് ഒരാൾക്ക് രോഗം മാറാനാണെങ്കിൽ, അസുഖം ഭേദപ്പെടാനും, ഇതിപ്പോൾ അവരുടെ ആണെങ്കിലും ഞാൻ അവരുടെ തെറ്റ് ഞാൻ ഏറ്റെടുക്കുന്നു. അവർ ചെയ്തു പോയ തെറ്റുകൾ ഞാൻ ഏറ്റെടുക്കുകയാണ്. എന്നിട്ട് ഞാൻ സോറി പറയാണ്. ഐ എം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കണം. ഞാൻ എപ്പോഴും പറയും, ഇങ്ങനെ ഉഴിഞ്ഞിട്ട് ചന്ദനത്തിരി കത്തിക്കുകയാണെങ്കിൽ നമ്മൾ ഉഴിഞ്ഞിട്ടത് പറ്റി പറഞ്ഞിട്ടുണ്ട്. ഈ സമയം നമുക്ക് പറയാം ഐ എം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. അപ്പൊ നിങ്ങൾക്ക് എവിടെയൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റും അത്രത്തോളം പറയുന്നത് ഒരു കുഴപ്പമില്ല. ഒരു നെഗറ്റിവിറ്റിയും ഇത് പറയുന്നതിലൂടെ നിങ്ങൾക്ക് വരാൻ പോകുന്നില്ല, പോസിറ്റിവിറ്റി മാത്രമേ വരുള്ളൂ. അപ്പൊ ഒരു പ്രതീക്ഷയോടെ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാനിത് എനിക്കും സത്യം പറയാൻ എനിക്ക് നല്ലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ അത്യാവശ്യമായിട്ട് എനിക്കൊരു മെസ്സേജ് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ അതെനിക്ക് കിട്ടില്ല, ഒരു സംഭവമാണ്. എനിക്കത് കിട്ടില്ല, ഒരു പേഴ്സണലായിട്ടുള്ള സംഭവം ആയതുകൊണ്ട് വിചാരിച്ച് ഞാൻ തള്ളിക്കളഞ്ഞ് ഒക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഇതിനെപ്പറ്റി ഓർത്തു ഞാൻ ആ ഫോൺ ഇത് നോക്കിയിട്ട്, ആ ഒരു സംഭവം നോക്കിയിട്ട് ഞാൻ ഈ റിപ്പീറ്റഡ്ലി പറഞ്ഞു. എനിക്ക് ഒരു ഉച്ചയാകുമ്പോൾ, രാവിലെ ചെയ്ത ഉച്ചയാവുന്നതിന് മുന്നേ തന്നെ ഞാൻ അത്രയും പ്രതീക്ഷിക്കാതെ എൻ്റെ റെസ്പോൺസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ എനിക്ക് തോന്നി ഇത് അത്യാവശ്യം നല്ല ഒരു സംഭവമാണ്, അത്ര ഒരു കെട്ടുകഥയോ ഒരു ഇതോ ഉണ്ടാക്കിയതോ ഒന്നും ആയിരിക്കില്ല എന്ന് എനിക്ക് അതോടെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. പ്രതീക്ഷയില്ലാത്തൊരു സംഭവത്തിന് വരെ എനിക്കിത് കിട്ടിയിട്ട് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ജോലിക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും. എന്ത് ജോലിയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് മനസ്സിൽ നമ്മൾ വിചാരിച്ച് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ രണ്ടുപേരും തമ്മിലുള്ള പ്രശ്നങ്ങളാണെങ്കിൽ ഇനിയിപ്പോൾ അവരുടെ പേരോ അല്ലെങ്കിൽ അവരുടെ ഒരു ഫോട്ടോ, നമ്മൾ രണ്ടാമത്തെ ഒരാളിട്ടുണ്ടാവില്ല, അവരുടെ ഒരു ഫോട്ടോ നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ റിലേഷൻഷിപ്പിന്റെ പ്രശ്നങ്ങളെല്ലാം മാറി കിട്ടാൻ ഇതാക്കും. നമുക്ക് ഈഗോ ഒക്കെ മാറി നമ്മളൊരു ഹമ്പിൾ ആയിട്ടുള്ള, നമ്മളൊരു ലവിങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് മാറാൻ പറ്റും. അത് അവർക്കും കിട്ടും. നമ്മളുടെ ആ ഒരു എനർജി തമ്മിലുള്ള ഒരു കണക്ഷൻ ആണല്ലോ, ഈ ഫ്രീക്വൻസി കണക്ഷൻ ആണ് രണ്ടുപേര് തമ്മിൽ. അപ്പൊ നമ്മൾ ചെയ്താൽ അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാം, നമ്മൾ ചെയ്താൽ അവർക്കും കിട്ടും. അങ്ങനെ ആ രീതിയിൽ നമുക്കിത് ഒരു പ്രാക്ടീസ് ചെയ്യുന്നത് ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും റിഗ്രറ്റ് ചെയ്യേണ്ടി വരില്ല, ഡിസപ്പോയിന്റഡ് ആവേണ്ടി വരില്ല. ഒരു 3-4 ദിവസം, ഈ 3-4 ദിവസം ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് മാറ്റം കാണുന്നില്ല, നിങ്ങൾ നിർത്തിക്കോളൂ. എന്നിട്ട് നിങ്ങൾ 21 days വേണോ വേണ്ടതെന്ന് തീരുമാനിച്ചാൽ മതി. ഇതേപോലെ പ്രശ്നമാകുമ്പോഴോ എപ്പോഴും വേണമെങ്കിലും ചെയ്യാം, പറഞ്ഞുകൊണ്ടേയിരിക്കുക. ആ ഒരു ഫീലോടെ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. എഴുതണമെങ്കിൽ എഴുതിക്കൊണ്ടേ ഇരിക്കാം, അതും കുഴപ്പമില്ല. അപ്പോൾ ഇത്രയാണ് ഓപ്പൺ മെത്തേഡിനെ പറ്റിയിട്ട് ഞാൻ അറിഞ്ഞെടുത്തോളം മനസ്സിലാക്കിയെടുത്തോളം എക്സ്പീരിയൻസ് ചെയ്ത അനുഭവം എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ.